നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു സ്ഥലം മുനമ്പം. അവിടുത്തെ ജനങ്ങളെ നമുക്ക് ഒരിക്കലും വിട്ടുകളയാൻ കഴിയില്ല. പക്ഷേ അതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സമരപ്പന്തലിൽ വളരെയധികം പ്രക്ഷോഭങ്ങൾ നടന്നു. പക്ഷെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നൊരു സാഹചര്യം പോലും അവിടെ ഉണ്ടായില്ല. പക്ഷെ പുതിയ ഒരു സമര രീതിയിലേക്ക് അവർ കടക്കുകയാണ്. മനുഷ്യ ചങ്ങല. അതെ, തീർച്ചയായും ദീപിക, കാരണം ജന ടി വി ആണല്ലോ ഈ വിഷയം വളരെ സജീവമായിട്ട് എടുത്തത്. ജന ടി വി മാത്രമേ ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളൂ. 2 ജനസഭ അവിടെ സംഘടിപ്പിച്ചതാണ്. അപ്പോൾ ദേവിക നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏത് സമരമുറ സ്വീകരിച്ചു കഴിഞ്ഞാലും സമാധാനപരമായിട്ടുള്ള സമരമുറയാണ് അവർ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ വിഷയം അതിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അത് ലോകം അറിഞ്ഞിട്ടുണ്ട്. അതിജീവനത്തിനായിട്ടുള്ള ഒരു പോരാട്ടമാണ്. അപ്പോൾ മറ്റൊരു മാർഗം ഇപ്പോൾ കമ്മീഷനൊക്കെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. കമ്മീഷൻ തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. വളരെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും ഈ വിഷയത്തിൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത്, മുനമ്പത്തുകാർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഒരു ഭാഗത്ത് അവർ അവരുടെ പ്രതിഷേധം അറിയിച്ചു കൊണ്ടിരിക്കുന്നു. അനിൽ, നമുക്കറിയാം ഈ കിടപ്പാടം നഷ്ടപ്പെടുന്നവരുടെ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ അവര് പറയുന്നത് ഭൂമാഫിയയാണ്, റിസോർട്ട് മാഫിയാണെന്നെല്ലാം മുദ്രകുത്തി അവരെ വെറുക്കപ്പെട്ടവരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊരു ഗൂഢനീക്കം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ജനം TV പോലെയുള്ള മാധ്യമങ്ങൾ അത് ഒരിക്കലും അത്തരം നീക്കങ്ങളിലേക്ക് നമ്മൾ കടക്കില്ല. അത്ര ശ്രദ്ധ അത്തരം വിവാദങ്ങൾക്ക് നമ്മൾ നൽകില്ല. കാരണം അവരുടെ കിടപ്പാടമാണ് നമ്മുടെ ഏറ്റവും പ്രധാന. തീർച്ചയായും കേരളം മലയാളികൾ ഒക്കെ മനസ്സിലാക്കേണ്ടത്, അതായത് ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം അതിജീവനമാണ്. ഇവരൊന്നും വെറുതെ വലിഞ്ഞു കയറി വന്നതല്ല. അവർക്ക് കൃത്യമായിട്ട് അവർ എത്രയോ കാലമായിട്ട് അവരെ അടച്ചുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ അവരെ വഴിവിട്ട രീതിയിലാണ് അവർ ആ ഭൂമി അവർ തരപ്പെടുത്തിയതെങ്കിൽ അതിന് ഉത്തരവാദികൾ സർക്കാർ തന്നെയാണ്, റവന്യൂ വകുപ്പ് തന്നെയാണ്. വേണ്ടത്ര പരിശോധന റവന്യൂ വകുപ്പ് നടത്തിയിട്ടില്ല എന്നാണ് പറയേണ്ടത്. പക്ഷേ എങ്കിലും ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. മുനമ്പം ഭൂമി പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് അത് വഖഫ് ഭൂമിയല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും അവർക്ക് അറിയേണ്ടത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ്. കാരണം ടെൻഷൻ അടിച്ച് അവരുടെ ജീവിതം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരിട്ട് മനസ്സിലാക്കിയതാണ്. അനുഭവിച്ചതിന് ശരിക്കും കോടികളുടെ നഷ്ടപരിഹാരം വേണം. കാരണം അത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതിൽ നമുക്കറിയാം അവിടെ ഏറ്റവും കൂടുതലുള്ളത് ഈ ക്രിസ്തീയ മതവിശ്വാസികളാണ്. ക്രിസ്മസിന് പോലും പട്ടിണി കിടന്ന് സമരം ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും അത് അംഗീകരിച്ച് കൊടുക്കാൻ സാധിക്കില്ല. കേരള സമൂഹത്തിന്, നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ സാധിക്കില്ല. രേഷ്മ ബാബു അവിടെ നിന്ന് ചേരുന്നുണ്ട്. രേഷ്മ, ഈ മനുഷ്യ ചെങ്ങല എന്ന പുതിയ ഒരു സമര മുറയിലേക്ക് കടക്കേണ്ട ഗതികേടിലാണ് മുനമ്പം ജനത എന്ന് പറയേണ്ടി വരും. കാരണം ആരും അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഭരണപക്ഷമോ പ്രതിപക്ഷമോ അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. സമരസമിതി അംഗങ്ങൾ തന്നെ നമ്മളോട് പറഞ്ഞതാണ് BJPയും ജനം TVയും അല്ലാതെ മറ്റാരും അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന്. ആ ഒരു ഗതികേടിനെ തുടർന്ന് അവർക്ക് വീണ്ടും മനുഷ്യ ചെങ്ങല എന്നൊരു നീക്കത്തിലേക്ക് കൂടി കടക്കേണ്ടി വരികയാണ്. ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അടക്കം ഈ ഒരു മനുഷ്യ ചങ്ങലയിൽ അതെ പങ്കെടുക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ മനുഷ്യ ചെങ്ങല ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ആരംഭിക്കുന്നത്. മുനമ്പം സമരപ്പന്തൽ മുതൽ അതോടൊപ്പം തന്നെ വൈപ്പിൻ വരെയാണ് ഈ മനുഷ്യ ചെങ്ങല നീളുന്നത്. ഈ അതേസമയം തന്നെയാണ് മുനമ്പത്തെ തീരദേശ ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം ഏകദേശം 85 ദിവസം പിന്നിടുകയാണ്. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ BJP മാത്രമാണ്, BJP ഉൾപ്പെടെയുള്ള സംഘടനകളും മറ്റ് ദേശീയവാദ പ്രസ്ഥാനങ്ങളും മാത്രമാണ് ഇത്തരത്തിൽ മുനമ്പത്തെ തീരദേശ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി നടത്തിക്കൊണ്ട് ആദ്യഘട്ടം മുതൽ രംഗത്തുള്ളത്. ഇടതു വലത് മുന്നണികളാകട്ടെ ഒരു വാഗ്ദാനം മാത്രം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും ഇടതു വലത് മുന്നണികൾ ആ സമരപ്പന്തലിൽ എത്തുമ്പോൾ അവരോടൊരു നിഷേധാത്മക നിലപാട് സമരക്കാർ സ്വീകരിച്ച ഒരു സാഹചര്യമുണ്ട്. അത് എന്തുകൊണ്ടെന്നാൽ അവരോട് ഇന്ന് വരെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കാൻ ഈ UDFനോ LDFനോ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മനുഷ്യച്ചങ്ങലയിൽ പ്രധാനപ്പെട്ട വൈദികരടക്കം പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് കോട്ടപ്പുറം രൂപതാ മെത്രാനായിട്ടുള്ള ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അടക്കമുള്ള വൈദികരാണ് ഇന്ന് വൈകുന്നേരം നടക്കുന്ന 4 മണിക്ക് നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം തന്നെ മുനമ്പത്തെ തീരദേശവാസികളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. വൈപ്പിൻ വരെയുള്ള ആളുകൾ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന മുനമ്പത്തെ ഭൂവുടമകൾക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ
തിരികെ ലഭിക്കുക അതുവരെയാണ് ഈ സമരം തുടരുന്നത്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ ഇടവകയിൽ നിന്നും ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സംഘടനകളും ഒപ്പം തന്നെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഒക്കെ തന്നെ എല്ലാ ദിവസവും ഈ പറയുന്ന മുനമ്പത്തെ സമരപന്തലിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ വഖഫ് അധിനിവേശവുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടത്. അതായത് വഖഫ് അവകാശവാദം ഉന്നയിച്ച തർക്ക പ്രദേശത്ത് അത് പരിശോധന നടത്തി ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ മുനമ്പം സന്ദർശിച്ചത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ കഴിഞ്ഞ ദിവസം മുനമ്പം സന്ദർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത മാസത്തോടെ റിപ്പോർട്ട് നൽകുമെന്നാണ് രാമേന്ദ്രൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തർക്ക പ്രദേശം അല്ലെങ്കിൽ വഖഫ് അവകാശവാദം ഉന്നയിച്ച പ്രദേശം എന്ന് പറയുന്നത് അത് ഒരു സാധാരണക്കാർ താമസിക്കുന്ന ഇടമാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കൂടുതൽ ഭാഗവും അതായത് 404 ഏക്കറോളം ഭൂമിയിലാണ് വഖഫ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷം ഭൂമിയും കടലെടുത്ത് പോയൊരു സാഹചര്യമുണ്ട്. ബാക്കിയുള്ള ഭൂമി എത്ര ഏക്കറുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന കമ്മീഷൻ പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രേഖകൾ ഉള്ളവർക്ക് അവിടെ ആധികാരികമായിട്ട് രേഖകൾ ഉണ്ടോ, ഒപ്പം തന്നെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ അവർ പറയുന്നത്, അതോടൊപ്പം അത് അവർക്ക് താമസിക്കാനായിട്ടുള്ള അവകാശം അവിടെ പുനഃസ്ഥാപിച്ച് കിട്ടുവാൻ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു വഴി ഉണ്ടാകുമോ, ഇതടക്കമുള്ള കാര്യങ്ങളും ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനയിൽ വരുന്നുണ്ട്. എന്നാലും അതിർത്തി എവിടം വരെയാണുള്ളത്, ഒപ്പം അതിന്റെ കടലെടുത്ത് പോയ ഭാഗം എത്രത്തോളം ഉണ്ട്, ബാക്കി കഴിച്ചിട്ടുള്ള എത്ര ഏക്കർ ഭൂമിയിലാണ് ഈ പറയുന്ന തർക്കം ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളും ജുഡീഷ്യൽ കമ്മീഷൻ വ്യക്തത വരുത്തുകയും ചെയ്യും. എന്തായാലും ജനുവരി 15 ഏകദേശം 10 കൂടി തന്നെ ഒരു ആദ്യത്തെ ഹിയറിംഗ് ആരംഭിക്കുമെന്നാണ് ജുഡീഷ്യൽ കമ്മീഷൻ കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഈ ഹിയറിംഗ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പരാതിക്കാരായിട്ടുള്ള ഭൂവുടമകൾ, അതോടൊപ്പം തന്നെ എതിർപക്ഷത്ത് നിൽക്കുന്ന വഖഫ് ബോർഡ്, മറ്റാളുകൾ, ഇവരുടെയൊക്കെ വാദഗതികൾ കേൾക്കേണ്ടതുണ്ട്. ഇവർ നേരത്തെ തന്നെ നിലവിൽ ഇപ്പോൾ മറുപടി കൊടുക്കാനായിട്ട് ബാക്കിയുള്ളതെന്ന് പറയുന്നത് വഖഫ് ബോർഡ് മാത്രമാണ്. ഈ വഖഫ് ബോർഡിന്റെ കൂടി മറുപടി ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ ഹിയറിംഗ് ജുഡീഷ്യൽ കമ്മീഷന് ആരംഭിക്കുവാനും സാധിക്കുകയുള്ളൂ. എന്തായാലും ഹിയറിംഗിൽ അടക്കം തങ്ങളുടെ വാദഗതികൾ ഈ പറയുന്ന ഭൂവുടമകൾ മുന്നോട്ട് വയ്ക്കും. നേരത്തെ തന്നെ അവർ രേഖകൾ നൽകുക ചെയ്തിട്ടുണ്ട്, ഒപ്പം തന്നെ രേഖാമൂലമുള്ള മറുപടിയും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിരവധി വൈദികർ ജുഡീഷ്യൽ കമ്മീഷനെ നേരിട്ട് കണ്ടുകൊണ്ട് തങ്ങളുടെ ആശങ്കകൾ പറയുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ അനിൽ നമ്പർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് പോകാനായിട്ട് മറ്റൊരു ഇടമില്ല എന്നുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞ ദിവസം ജുഡീഷ്യൽ കമ്മീഷൻ സന്ദർശിച്ച സമയത്ത് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. വൃദ്ധരായിട്ടുള്ള ആളുകളടക്കം കരഞ്ഞു പറയുകയാണ് അവർക്ക് പോകാൻ മറ്റൊരിടമില്ല. അവരുടെ കൊച്ചുമക്കളുടെ വിവാഹം, അവരുടെ വിദ്യാഭ്യാസ ആവശ്യം, ഇതിനൊക്കെ ലോൺ എടുക്കുന്ന സമയത്താണ് ഈ വഖഫിന്റെ അവകാശവാദം വലിയൊരു വിലങ്ങ് തടിയായിട്ട് ഇവരുടെ മുന്നിലേക്ക് വരികയും സാമ്പത്തികമായിട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ കമ്മീഷനിൽ വലിയൊരു പ്രതീക്ഷ സമരക്കാരാണെങ്കിലും ഈ പറഞ്ഞ ഭൂവുടമകൾ എല്ലാവരും വെച്ചു പുലർത്തുന്നുണ്ട്. ജുഡീഷ്യൽ കമ്മീഷൻ ഒരു ഉറപ്പ് നൽകിയിട്ടുള്ളത് കൃത്യമായിട്ട് ആധികാരികമായിട്ട് രേഖകൾ പരിശോധിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാം എന്നുള്ള ഒരു ഉറപ്പ് ജുഡീഷ്യൽ കമ്മീഷൻ മുനമ്പത്തെ സമരസമിതിയോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് കൂടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇവർക്ക് ഈ പറയുന്ന വഖഫ് അവകാശവാദം ഉന്നയിക്കപ്പെട്ട ഭൂമിയിൽ കരമടച്ചുകൊണ്ട് അല്ലെങ്കിൽ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ നടപടിയിലേക്ക് കടക്കാനും സാധിക്കും. എന്തായാലും നിലവിലെ ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ സന്ദർശനത്തിൽ വലിയ രീതിയിലുള്ള തൃപ്തി ഈ പറയുന്ന സമരസമിതിയാണെങ്കിലും മുനമ്പത്തെ തീരദേശ ജനതയാണെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് രേഷ്മ ബാബു നൽകിയിരിക്കുന്നത്. വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ്. എല്ലാ കാര്യങ്ങളും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തായാലും മുനമ്പം ജനതയ്ക്ക് അവരുടെ ഈ സമരത്തിന് മാത്രമല്ല അവരുടെ ഈ മനുഷ്യച്ചങ്ങലയ്ക്ക് ജനൻ TV യുടെ ഐക്യദാർഢ്യം കൂടി ഇവിടെ അറിയിക്കുകയാണ്.